So we were studying about internal hardware. What do you mean by internal hardware? Parts that are seen inside the computer. Okay. So what is the first internal hardware? That is called motherboard. So what do you mean by motherboard? I told you in the last class, motherboard is considered as the backbone of the computer. Okay. So it is a large printed circuit board that contains all the principal components of the computer. Okay. So it is the large printed circuit board. ഞാൻ ഫോട്ടോ കാണിച്ച് ഓർക്കുന്നുണ്ട്, അത് ഒരു സർക്യൂട്ട് ബോർഡ് ആണ്. അതിനകത്താണ് കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രിൻസിപ്പൽ കോമ്പണൻസും എല്ലാ മെയിൻ പാർട്സുകളും ഈ മദർ ബോർഡിലോട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. ഓക്കെ. സോ മദർ ബോർഡ് ഈസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ടു all parts of the computer. So motherboard എന്നുള്ളത് എല്ലാത്തിന്റെയും, അതായത് നിങ്ങൾ ആ പേര് തന്നെ ഓർത്താൽ തന്നെ അറിയാം, മദർ ബോർഡ്. സോ എല്ലാത്തിന്റെയും മദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ബാക്ക് ബോൺ ഓഫ് ദ കമ്പ്യൂട്ടർ. സോ മദർ ബോർഡ്, ടു ദ മദർ ബോർഡ് എവറി പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ ഈസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ്. എല്ലാ കമ്പ്യൂട്ടറിന്റെ എല്ലാ പാർട്ടുകളും നമ്മൾ മദർ ബോർഡുമായിട്ടാണ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇറ്റ് ഈസ് കണക്റ്റഡ്. സോ എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്? Through a path called what? Buses. BUSES. Buses എന്ന് പറഞ്ഞ പാർട്ട് വഴിയാണ് എല്ലാ കമ്പ്യൂട്ടറിന്റെ പാർട്സുകളും മദർ ബോർഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്. ഓക്കെ. ദ സ്പീഡ് ഓഫ് ദ കോമ്പണന്റ് ഇൻക്രീസസ് ആസ് ദ നമ്പർ ഓഫ് ബസ്സസ് ഇൻക്രീസസ്. സോ ഈ ബസ്സസിന്റെ നമ്പർ ഇൻക്രീസ് ആവുന്ന അനുസരിച്ച് എന്താണ്, ആ കണക്റ്റഡ് ആയിരിക്കുന്ന കോമ്പണന്റിന്റെ സ്പീഡും ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. സോ മദർ ബോർഡ് ഈസ് കൺസിഡർഡ് ആസ് ദ ബാക്ക് ബോൺ ഓഫ് ദ കമ്പ്യൂട്ടർ. നമ്മൾ CPU നെ പറയുന്നുണ്ട്, CPU സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ബട്ട് മദർ ബോർഡ് ഈസ് കൺസിഡർഡ് ആസ് ദ ബാക്ക് ബോൺ ഓഫ് കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് ദ മദർ ഓഫ് ഓൾ ബോർഡ്. ഓക്കെ. യു ക്യാൻ കണക്ട് ദ നെയിം. ആ പേര് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, മദർ ബോർഡ്. സോ ഇറ്റ് ഈസ് ദ മദർ ഓഫ് ഓൾ ദ കോമ്പണന്റ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. It is a circuit board to which all the principal components of the computer is connected either directly or indirectly. Direct ആയിട്ടോ indirect ആയിട്ടോ കമ്പ്യൂട്ടറിന്റെ എല്ലാ പാർട്ടുകളും മദർ ബോർഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നുണ്ട്. Through what? Through path called what? Buses. BUSES. Buses എന്ന് പറഞ്ഞ പാർട്സ് വഴിയാണ് നമ്മുടെ മദർ ബോർഡുമായിട്ട് എല്ലാ പ്രിൻസിപ്പൽ കോമ്പണന്റ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ ഈസ് കണക്റ്റഡ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Next, we will move on to the next internal hardware, that is what? Power supply unit. Okay, second internal hardware part, it is called as power supply unit. So what do you mean by power supply unit? The power supply unit converts external power received from the electrical socket to the kind of power needed by all components. The power is transmitted to the motherboard and other components through cables. Some power units have an additional outlet at the back to provide power to the monitor. If the outlet is not present, the monitor can be directly connected to the external socket. The power unit has fans to keep it cool. So നമുക്കിനി നോക്കാം എന്താണ് പവർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. The power supply unit converts external power received from the electrical socket. Okay, നമുക്ക് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടി പവർ ആവശ്യമാണ്, നിങ്ങൾക്ക് അറിയാം. സോ കമ്പ്യൂട്ടറിനകത്തുള്ള പവർ സപ്ലൈ യൂണിറ്റ് എന്താണ് ചെയ്യുന്നത്? നമ്മൾ വെളിയിൽ നിന്നുള്ള, അതായത് നമ്മൾ ഒരു പ്ലഗ് കുത്തുമല്ലോ, ആ പ്ലഗിൽ നിന്നുള്ള കറണ്ടിനെ ഈ പവർ സപ്ലൈ യൂണിറ്റ് റിസീവ് ചെയ്തിട്ട്, സോ അതിനുശേഷം നമ്മുടെ കോമ്പണൻസ്, കമ്പ്യൂട്ടറിന്റെ പല കോമ്പണൻസ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ പ്രൊവൈഡ് ചെയ്യാന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മുടെ വെളിയിൽ നിന്നുള്ള എക്സ്റ്റേണൽ പവർ റിസീവ് ഫ്രം ദ ഇലക്ട്രിക്കൽ സോക്കറ്റ്. നിങ്ങൾക്കറിയാം, ആ പ്ലഗിൽ നമ്മൾ പവർ കുത്തുമല്ലോ, ആ പ്ലഗിൽ നിന്നുള്ള കറണ്ട് കമ്പ്യൂട്ടറിനകത്തേക്ക് കയറുന്നത് ഏത് വഴിയാണ്? പവർ സപ്ലൈ യൂണിറ്റിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് എല്ലാ കോമ്പണൻസും ഫംഗ്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. സോ പവർ സപ്ലൈ യൂണിറ്റ് ഈസ് ദ കീ പോയിന്റ് ടു കൺവേർട്ട് ദ ഇലക്ട്രിക്കൽ പവർ റിസീവ്ഡ് ഫ്രം ദ ഔട്ടർ സോക്കറ്റ്. ഓക്കെ, നമ്മുടെ പ്ലഗിൽ നിന്ന് കിട്ടുന്ന കറണ്ട്
കമ്പ്യൂട്ടറിനകത്തേക്ക് കയറി, അതായത് എവിടെയാണ് പോകുന്നത്, പവർ സപ്ലൈ യൂണിറ്റിൽ പോയിട്ട് അവിടുന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് എല്ലാ കോമ്പണൻസിലേക്കും കറണ്ട് എത്തിക്കുക എന്നുള്ള ഫംഗ്ഷൻ ആണ് പവർ സപ്ലൈ യൂണിറ്റ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. The power is transmitted to the motherboard and other components through what? Cables. Cables വഴിയാണ്, ഇന്റേണലി കേബിൾസ് ഉണ്ടാവും, കേബിൾസ് വഴിയാണ് ഈ പവർ എല്ലാ പാർട്ടിലേക്കും, അതായത് മദർ ബോർഡും അതുപോലത്തെ പല പല കോമ്പണൻസ് കാണുമല്ലോ, ആ കോമ്പണൻസിലെല്ലാം കൂടെ പവർ പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ കേബിൾസ്. ഓക്കെ, some power units have an additional outlet at the back to provide power to the monitor. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ചില സിസ്റ്റത്തിനൊക്കെ മോണിറ്ററിന് സെപ്പറേറ്റ് നമ്മൾ സ്വിച്ചിൽ കുത്തണം, പിന്നെ ബാക്കിയുള്ള CPU-ന് കുത്താൻ വേറൊരു സ്വിച്ച് കാണും. ഓക്കെ, സോ രണ്ടെണ്ണം നമ്മൾ രണ്ട് ഇത് വേണം നമുക്ക്, എന്താണ്, സോക്കറ്റ് വേണം നമുക്ക് പവർ കമ്പ്യൂട്ടറിനകത്തേക്ക് എത്താനായിട്ട്. പക്ഷെ ചില കമ്പ്യൂട്ടറിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അഡീഷണൽ ഔട്ട്ലെറ്റ്, അതായത് ബാക്കിൽ ഒരു അഡീഷണൽ ഔട്ട്ലെറ്റ് കാണും. അപ്പൊ നമ്മൾ ഒരു പ്ലഗ് മാത്രം നമ്മൾ സ്വിച്ചിൽ കുത്തിയാൽ മതി. സോ അവിടെ നിന്ന് മോണിറ്ററിലേക്ക് പവർ പോകാൻ വേണ്ടി ഒരു അഡീഷണൽ സോക്കറ്റ് കമ്പ്യൂട്ടറിൽ തന്നെ ബാക്ക് സൈഡിൽ കാണും. ഓക്കെ, സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഒരു പവർ മാത്രം നമ്മൾ എക്സ്റ്റേണൽ സ്വിച്ചിൽ കുത്തിയാൽ മതി. സോ അവിടുന്ന് പവർ സപ്ലൈ യൂണിറ്റിൽ വന്നിട്ട് അവിടുന്ന് നമ്മുടെ ബാക്കിലുള്ള അഡീഷണൽ സോക്കറ്റ് വഴി നമുക്ക് മോണിറ്ററിനകത്തോട്ടും പവർ പോകും. എന്നാൽ ചില കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ്, ഇഫ് ദ ഔട്ട്ലെറ്റ് ഈസ് നോട്ട് പ്രസന്റ് ദ മോണിറ്റർ ക്യാൻ ബി ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ എക്സ്റ്റേണൽ സോക്കറ്റ്. ഈ അഡീഷണൽ ഔട്ട്ലെറ്റ് ബാക്ക് സൈഡിൽ ഇല്ല എന്നുള്ള കേസിൽ നമ്മൾ മോണിറ്ററിനും സെപ്പറേറ്റ് സ്വിച്ച് വേണം, പിന്നെ CPU-നും വേറെ സെപ്പറേറ്റ് സ്വിച്ച് വേണം. അപ്പൊ രണ്ട് സ്വിച്ച് ബോർഡ് പ്ലഗ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. സോ ഇഫ് ദ അഡീഷണൽ ഔട്ട്ലെറ്റ് ഈസ് പ്രസന്റ് അറ്റ് ദ ബാക്ക്, we can take the use of only one plug. Okay, ഒരു പ്ലഗ് മാത്രം മതിയാവും. So apart from that, what it has, the power unit has fans to keep it cool. അപ്പൊ ഈ നിങ്ങള് കമ്പ്യൂട്ടർ ഒക്കെ ഓപ്പൺ ചെയ്യണേ നോക്കുമ്പോ അറിയാം, നമ്മുടെ CPU ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഫാൻ ഉണ്ടാവും. ഓക്കെ, എന്തിനാണ് ഫാൻ വെച്ചിരിക്കുന്നത്? നമ്മൾ ഈ കറണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് പാസ് ചെയ്തുകൊണ്ട്, നമ്മൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോൾ കറണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് ചൂടാവുന്നതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരു ഫാൻ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമ്മുടെ CPU-നകത്ത്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കി അതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഫാൻ ഉണ്ടാവും. സോ അതിങ്ങനെ കണ്ടിന്യൂസ് കറങ്ങിക്കൊണ്ടിരിക്കും ടു കീപ് ദ സിസ്റ്റം കൂൾ. ഓക്കെ, സോ പവർ സപ്ലൈ യൂണിറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പവർ സപ്ലൈ യൂണിറ്റ് കൺവേർട്സ് external power received from the electrical socket. Electrical socket എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെളിയിലുള്ള ആ പ്ലഗ് പോയിന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടു ദ കൈൻഡ് ഓഫ് പവർ നീഡഡ് ബൈ ഓൾ കോമ്പണൻസ്. നമ്മുടെ ആ പ്ലഗിൽ നിന്നുള്ള പവർ സിസ്റ്റത്തിനകത്തോട്ട് വന്നിട്ട് പവർ സപ്ലൈ യൂണിറ്റിൽ എത്തിയിട്ടാണ് അവിടെ നിന്നാണ് എല്ലാ ഭാഗത്തിലേക്കും ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, ദ പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ മദർ ബോർഡ് ആൻഡ് അതർ കോമ്പണൻസ് ത്രൂ കേബിൾസ്. അതായത് പവർ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? കേബിൾസ് വഴിയാണ് പവർ പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൂടാതെ ഞാൻ പറഞ്ഞു മോണിറ്ററിനെ സം സിസ്റ്റം ഗോട്ട് ആൻ അഡീഷണൽ ഔട്ട്ലെറ്റ് അറ്റ് ദ ബാക്ക് ടു പ്രൊവൈഡ് പവർ ടു ദ മോണിറ്റർ. മോണിറ്ററിനും കൂടെ പവർ കൊടുക്കാൻ വേണ്ടി ഒരു ബാക്കിൽ ഒരു അഡീഷണൽ സോക്കറ്റ് ഉണ്ടാവും ചില സിസ്റ്റത്തിന്. അങ്ങനെയുള്ള കേസിൽ നമ്മൾക്ക് ഒരു പ്ലഗ് മാത്രം യൂസ് ചെയ്താൽ മതി പവർ അകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇഫ് ദ ഔട്ട്ലെറ്റ് ഈസ് നോട്ട് പ്രസന്റ് ദ മോണിറ്റർ ക്യാൻ ബി ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ എക്സ്റ്റേണൽ സോക്കറ്റ്. അങ്ങനെ ഇല്ലാത്ത കേസിൽ നമുക്ക് രണ്ട് പ്ലഗ് പോയിന്റ് വേണം, സിസ്റ്റം മോണിറ്ററും വർക്ക് ചെയ്യണം, CPU വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ദ പവർ യൂണിറ്റ് ഹാസ് എ ഫാൻ ടു കീപ് ഇറ്റ് കൂൾ. As I already told you, the power നമ്മുടെ CPU-ന്റെ അകത്ത് ലൈക്ക് അതിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാൻ ഉണ്ടാവും ടു കീപ് ദ സിസ്റ്റം കൂൾ. Okay, so I hope it's clear what you mean by power supply unit.